ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാനൊരു പ്രഭാത ഭക്ഷണം, ഒരു അരിപ്പുട്ട് എളുപ്പവഴി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ചെയ്യുന്നത്. ഇതിന് ആദ്യമായിട്ട് ഒരു നല്ല പാത്രം എടുത്ത് 2 കപ്പ് അരി പൗഡർ എടുത്തിട്ട് അതിനകത്ത് ചെറിയ ചൂടുവെള്ളവും ഒരു ശകലം ഉപ്പുമിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന അരി പൗഡർ നമുക്കൊന്ന് ഇളക്കിയിട്ട്, കട്ട കെട്ടിക്കോട്ടെ കുഴപ്പമില്ല, അത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പുട്ടുകടത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലോട്ട് കുറച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ഈ അരി മിക്സ് ചെയ്ത് പുട്ടിൻ്റെ പൊടിയിൽ നല്ല കട്ടകളുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് പൊടിയാൻ വേണ്ടിയാണ് മിക്സിയിൽ നമ്മളൊന്ന് അടിക്കുന്നത്. അങ്ങനെ അടിച്ച് എടുത്ത പൗഡർ ഇപ്പം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടത്. അതിനുശേഷം ബാക്കിയുള്ള പൗഡറും ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ശേഷം നമുക്ക് പുട്ട് ഉണ്ടാക്കാം. ഈ സമയത്ത് നമുക്ക് വെള്ളം തിളച്ചോ നോക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ പുട്ടുകുറ്റിയിൽ നമ്മളൊരു പുട്ടിൻ്റെ ചില്ലിട്ടതിന് ശേഷം ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഫസ്റ്റ് പുട്ടുകുറ്റിയിൽ അടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൗഡർ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതിപ്പോൾ നല്ലതായിട്ട് നനഞ്ഞ് മിക്സിയിൽ പൊടിച്ചിട്ടുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ പുട്ട് ശരിയാക്കാൻ പറ്റും. പുട്ടുകുറ്റിയിൽ പകുതി അരി പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ പുറത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എത്രയും ഇടുന്നു അത്രയും ടേസ്റ്റ് ആ പുട്ടിന് കിട്ടുന്നത്. വീണ്ടും നമുക്ക് അരി പൗഡർ ഇട്ട് കൊടുക്കുന്നു. നനച്ച അരിപ്പൊടിയായി ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് വീണ്ടും ശകലം തേങ്ങയും കൂടെ വയ്ക്കാം. ഇതിനകത്ത് വല്ല നാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് തിരുമുമ്പോൾ നാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പുട്ടുകുറ്റി എടുത്ത് തിളച്ച വെള്ളം ഉള്ള പുട്ടുകുടത്തിൻ്റെ മുകളിൽ നമുക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്യാനായിട്ട് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും സ്റ്റീം വന്നു തുടങ്ങി. ഇനി നമുക്ക് 2 മിനിറ്റും കൂടെ ഇതേപോലെ നല്ല സ്റ്റീം കൊടുക്കട്ടെ. ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ നനച്ച പൗഡർ ആയതുകൊണ്ട് തന്നെ പകുതി പാകപ്പരുവായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്നും കൂടെ സ്റ്റീം ചെയ്യുന്നു. അതിനുശേഷം നമുക്കിത് തുറന്നതിന് അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു കാസറോളിലോട്ട് മാറ്റാം. നമുക്കിത് കാസറോളിലോട്ട് മാറ്റാവുന്നതാണ്. നല്ല മയത്തിലുള്ള പുട്ടാണ് ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ചുകൊണ്ട് തന്നെ മാവിന് നല്ല സോഫ്റ്റാവും. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചത് കൊണ്ട് നല്ല നനഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും അടുത്ത
പുട്ടുകുറ്റിയിൽ അടുത്തത് ഇതേപോലെ തന്നെ ആദ്യം തേങ്ങ ഇടുന്നു, രണ്ടാമത് പൗഡർ ഇടുന്നു, വീണ്ടും തേങ്ങ ഇടുന്നു, വീണ്ടും നനച്ച പുട്ടിൻ്റെ പൊടിയിട്ട് നമ്മൾ ഇതുപോലെ പുട്ട് തയ്യാറാക്കാം. നമുക്ക് ഈ പുട്ടുണ്ടാക്കാൻ അധികം സമയം വേണ്ടാത്തതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മറ്റടുപ്പിൽ ചോറിനുള്ള അരിയിടുകയോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുകയോ എന്തെങ്കിലും ഈ സമയത്ത് തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ആകാതെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ നനച്ച് വെച്ചേക്കുന്ന പുട്ടുപൊടിയിൽ പുട്ടുണ്ടാക്കി രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ടാണ് ഇന്ന് ഞാൻ അവിടെ പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പുട്ടിന് പയറോ പഴമോ നെയ്യോ പഞ്ചസാരയോ എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ അരി പൗഡറിൻ്റെ കൂടെ റാഗി പൗഡറോ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് നമുക്കിതുപോലെ പുട്ട് തയ്യാറാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഇതേപോലെ പ്രഭാത ഭക്ഷണം എല്ലാവർക്കും ചെയ്യാം. മൾട്ടിഗ്രെയിനും റാഗി പൗഡറും ഇട്ട് പുട്ടുണ്ടാക്കാം.